ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2022. ഈ വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2022 ആദ്യത്തെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പുതിയ സ്മാർട്ട് ഫോണാണ്, വിവോൻ്റെ V23 Pro. അപ്പോൾ വിവോ വി സീരീസിൽ ഏറ്റവും പുതിയതായി അനൗൺസ് ചെയ്ത രണ്ട് ഫോണാണ്. ഇതൊരു V23 സീരീസിൽ V23 Pro ഉണ്ട്, V23 ഉണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്നത് V23 Pro ആണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. V23 നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നില്ല. അപ്പോൾ V23 Proൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിനകത്തൊരു 50 മെഗാപിക്സൽ ഡുവൽ സെൽഫി ക്യാമറയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആദ്യമായിട്ടാണ് 50 മെഗാപിക്സൽ ഡുവൽ സെൽഫി ക്യാമറ വരുന്നത്. അതേപോലെ തന്നെ Dimensity 1200 ചിപ്പാണ് വരുന്നത്. പിന്നെ 108 മെഗാപിക്സൽ റിയർ ക്യാമറയുണ്ട്, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ഉണ്ട്, അതേപോലെ 2 മെഗാപിക്സൽ മാക്രോ സെൻസറുണ്ട്. പിന്നെ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഷൈനിങ് മാറ്റ് ഫിനിഷ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് AG ഗ്ലാസ് ആണ്, മാറ്റ് AG ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 90 Hz റിഫ്രഷ് റേറ്റ്, 4300 mAh കപ്പാസിറ്റി ബാറ്ററിയും 44 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയൻ്റ് ഉള്ളത്. 8GB 128GB സ്റ്റോറേജ് 38,990, അതേപോലെ 12GB 256GB സ്റ്റോറേജ് 43,990 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വില കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസിങ്. ഇത് വിവോ V23 Pro ആണ്. വിവോ V23 വേറെ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ വിവോ V23 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിവോ V23 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. 5G എഴുതിയതാണ് വിവോ V23 Pro. ബോക്സിൻ്റെ ബാക്കിൽ കാര്യമായി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, സ്റ്റാർ ഡസ്റ്റ് ബ്ലാക്ക് ആണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രൈസ് പറഞ്ഞു കഴിഞ്ഞു. 39,000 44,000 വില വരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഫോണാണ് കാണുന്നത്. അപ്പോൾ ഫോണിൻ്റെ ബ്ലാക്ക് കളർ വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സീലിംഗ് ഫിലിമാണ്. പോർട്സിനുള്ള ഒരു സീലിംഗ് ഫിലിം ആക്ച്വലി ഉണ്ട്. പോർട്സൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സീലിംഗ് ഫിലിം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രാച്ചസ് ഒക്കെ വീഴാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോണിൽ കാണുന്നത്. പിന്നെ നമുക്കൊരു ജനറലി വരുന്ന TPU കേസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇവിടെ സാറിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. 1.22 ഹെഡ് സാറും 0.63 ആണ് ബോഡി സാറും വരുന്നത്. പിന്നെ ഇതൊരു മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഹൈപ്പർ ചാർജ് അല്ല, ഫ്ലാഷ് ചാർജ് 44 വാട്ട് വിവോ ഫ്ലാഷ് ചാർജാണ് വരുന്നത്. അപ്പോൾ 44 വാട്ട് ചാർജിങ് ആണ്. ഇത് മുമ്പും വിവോൻ്റെയും ഐക്യൂൻ്റെയും ഡിവൈസസിലൊക്കെ വന്നതാണ്. പിന്നെ ഈ ഒരു USB Type-C പോർട്ടാണ്. പിന്നെ ഒരു ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഇയർഫോണും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നും അതുകൂടാണ്ട് തന്നെ ഒരു എന്താ പറയുക, നമ്മൾ USB Type-C to 3.5mm ഓഡിയോ ജാക്ക്. ഇതിപ്പോൾ ആക്ച്വലി 3.5mm ഓഡിയോ ജാക്ക് ഒട്ടുമിക്ക ഫോണിലും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് വേണമെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു അഡീഷണൽ ആക്സസറി ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരും. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് വിവോ V23 Pro. അപ്പോൾ നമുക്ക് കാണാം ബാക്ക് പാനലിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറാണെങ്കിൽ നല്ലൊരു ഫിനിഷ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഒരു മാറ്റ് ഫിനിഷ്, എന്താ പറയുക, നമ്മളൊരു പ്രത്യേക തരം ഫിനിഷാണ്. ഇത് ആക്ച്വലി മാറ്റ് ഫിനിഷാണ്. അതേപോലെ ഒരു പാർട്ടിക്കിൾ ഉള്ള പോലത്തെ ഒരു ഫിനിഷാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി ഫിനിഷാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇത് AG മാറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ 108 മെഗാപിക്സൽ പ്രൈമറി സെൻസറും ഒരു 8 മെഗാപിക്സൽ സെൻസറും പിന്നെ ഒരു 2 മെഗാപിക്സൽ മാക്രോ സെൻസറുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. LED ഫ്ലാഷും കാണാം. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50+8 മെഗാപിക്സൽ ഡുവൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതും പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് നമുക്കൊരു 50 മെഗാപിക്സൽ ഡുവൽ സെൽഫി ക്യാമറ വരുന്നത്. അതാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. പിന്നെ ഇതിനകത്ത് റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും ഒക്കെ തന്നെ 4K 60 FPS സപ്പോർട്ടഡ് ആണെന്നുള്ള വേറൊരു വിശേഷമാണ്. അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നമ്മൾ പറയാം. അതിന് മുമ്പ് ബാക്കി ആസ്പെക്ട്സ് ഒക്കെ നോക്കാം. ഇവിടെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് കാണാം സൈഡിൽ. പിന്നെ താഴത്ത് നമുക്ക് USB Type-C പോർട്ടും സിം കാർഡും കാണാം. അതേപോലെ തന്നെ സ്പീക്കർ യൂണിറ്റും കാണാം. പിന്നെ മോൾ ഭാഗത്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്നുമില്ല, മൈക്രോഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ലെഫ്റ്റ് സൈഡിലും ഓപ്പണിംഗ് സോഴ്സ് ലോട്ട്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആക്ച്വലി സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. മോണോ സ്പീക്കറാണെന്ന് തോന്നുന്നു, സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 108 മെഗാപിക്സൽ സെൻസറാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് ഡിസ്പ്ലേ. ഇതൊരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. നമുക്ക് കാണാം ഇവിടെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ്.
കുറച്ച് പ്രീമിയം ഫോൺസിൽ വരുന്ന ഒരു കേർവ് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ പോലും AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ പോലും വെറും 90 Hz റിഫ്രഷ് റേറ്റിൽ ഇത്രയും പ്രൈസ് സെഗ്മെൻ്റ് ആയിട്ടും 120 Hz റിഫ്രഷ് റേറ്റ് ഇവിടെ വരുന്നില്ല, വെറും 90 Hz റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് മീഡിയടെക്കിൻ്റെ Dimensity 1200 5G ചിപ്പാണ്, 3 GHz ഒക്ടോകോർ പ്രോസസ്സറാണ്, 6 നാനോമീറ്റർ ആണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടെക്നോളജി. പിന്നെ ഇതിനകത്ത് വരുന്നത് 12 GB റാം വേരിയൻറ്റും ഉണ്ട്, അതേപോലെ 8 GB റാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചർ ഉണ്ട്. അപ്പോൾ 12 GB റാമാണ്, നമുക്ക് അഡീഷണൽ 4 GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ റാം. പിന്നെ UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. അതേപോലെ ഇതിനകത്ത് നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വില കൂടിയ ഡിവൈസായിട്ടും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തില്ല. അപ്പോൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാൻ റിഫ്രഷ് റേറ്റ് ഒന്ന് എടുക്കാം, ഇതുണ്ടല്ലേ 90 Hz വരുന്നുള്ളൂ. സ്മാർട്ട് സ്വിച്ച് ഉണ്ട്, പക്ഷേ മാക്സിമം 90 Hz ഇതിനകത്ത് സപ്പോർട്ട് ഉള്ളൂ. അതൊരു ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. 30,000 രൂപയ്ക്ക് മേലെ ഉള്ള ഒരു ഫോണിന് തീർച്ചയായിട്ടും 120 Hz റിഫ്രഷ് റേറ്റ് വേണമായിരുന്നു. AMOLED ആണെങ്കിലും 90 Hz പ്രോബ്ലി ആക്സെപ്റ്റബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫൺ ടച്ച് OS 12 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് എബൌട്ട് ഫോൺ എടുക്കാം, വേണ്ടില്ലേ ഫൺ ടച്ച് OS അതേപോലെ 12 വേർഷനാണ്, ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അത് നല്ലൊരു ആസ്പെക്റ്റാണ്, കാരണം ഇപ്പോഴും പുതിയ ഫോൺസൊന്നും ചിലത് 12 വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 12 വരുന്നുണ്ട്. പിന്നെ 8 GB റാം പ്ലസ് 4 GB എക്സ്റ്റെൻഡബിൾ റാമും ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് ബ്ലോട്ട്വെയർസ് ഒക്കെ ഉണ്ട്, ഇതുണ്ടല്ലേ കുറച്ചധികം ബ്ലോട്ട്വെയർസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, കുറേ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പത്തെ വിവോ ഡിവൈസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലോട്ട്വെയർസിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. എങ്കിലും കുറച്ചധികം ബ്ലോട്ട്വെയർസ് ഇപ്പോഴും ഉണ്ട്, കാരണം ഇതിൻ്റെ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ, അതേപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ലൊരു പ്രീമിയം ഡിവൈസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രീമിയംനെസ് നമുക്ക് ഈ ഡിവൈസിൽ ഫീൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറയാണ്. വിവോ V സീരീസിൽ എപ്പോഴും ക്യാമറ, X സീരീസ് ഒക്കെ പോലെ തന്നെ വിവോ V സീരീസിൽ എപ്പോഴും ക്യാമറ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പുതിയ UI കാണാം. ഇവിടെ നമുക്ക് നൈറ്റ് മോഡ്, പോർട്രേറ്റ്, വീഡിയോ, ഇവിടെ മോറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അഡീഷണൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിൽ കണ്ടില്ലേ 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. അത് നല്ലൊരു ഫീച്ചറാണ്. റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറയിലും എന്താ പറയുക 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ്, നൈറ്റ് മോഡ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു വേർഡിക്റ്റ് പറയാൻ പറ്റില്ല. എങ്കിലും കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിക്കാം. എനിക്ക് അത്രയ്ക്കൊരു ഇമ്പ്രസീവായി തോന്നിയില്ല ഫസ്റ്റ് ടെസ്റ്റിങ്ങിൽ, എങ്കിലും കുറേയും കൂടെ ടെസ്റ്റ് ചെയ്താലേ ഇതിൻ്റെ വിശദമായി ക്യാമറ എത്രത്തോളം ഈ പ്രൈസിന് നല്ലതാണോ അല്ലേ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് വിവോ V23 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം, നല്ലതാണോ മോശമാണോ എന്താണെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 4300 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 44 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ 44 വാട്ട് ചാർജിങ് നമ്മൾ ആക്ച്വലി ഓൾറെഡി നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ ചാർജിങ് ടെസ്റ്റ് ചെയ്യേണ്ടായി. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് വളരെ സ്ലോ ആയിട്ട് എനിക്ക് തോന്നി, ഓൾമോസ്റ്റ് 70 മിനിറ്റ്സ് എടുത്തു ചാർജ് ചെയ്യാൻ. അത് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു സ്ലോവർ സ്പീഡാണ്, അത്രയ്ക്കൊരു ഫാസ്റ്റ് സ്പീഡായിട്ട് എനിക്ക് തോന്നിയില്ല. 1 hour 5 minutes ആണ് മൊത്തം എടുത്തത്. ഇൻഫാക്ട് 65 minutes ആണ്, 65 ആണ് എടുത്തത്, 70 അല്ല 65 minutes ആണ് എടുത്തത്. 44 വാട്ട് ചാർജിങ്ങും 4300 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടായിട്ട് പോലും അത്രയ്ക്കൊരു ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് ആസ്പെക്റ്റ്. അപ്പോൾ ഓവറോൾ ഇതാണ് വിവോ V23 Proൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. 2 വേരിയൻറ്റിലാണ് വരുന്നത്, 8 GB റാമും 128 GB സ്റ്റോറേജും, അതേപോലെ തന്നെ 12 GB റാമും 256 GB സ്റ്റോറേജ്, രണ്ടിൽ തന്നെ 4 GB എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചറും ഇൻക്ലൂഡഡാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നോച്ച് ഡിസ്പ്ലേ, ഞാൻ പറയാൻ മറന്നു, ഡുവൽ ക്യാമറേൻ്റെ നോച്ച് ഡിസ്പ്ലേയും കൂടെ കാണാനില്ലേ. ഡുവൽ ക്യാമറ 50+8 മെഗാപിക്സൽ ഡുവൽ സെൽഫി ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിവോ V23. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരിക്കും ഈ ഡിവൈസിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതോ വില കൂടുതലാണോ, വില ഓക്കെ ആണോ, അതോ ഫീച്ചേഴ്സ് നല്ലതാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.